ബ്രസീലിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ ഒരു ദ്വീപിൽ ധാരാളം നിധികളുണ്ട്. ആ നിധികളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി കടൽ കൊള്ളക്കാർ കൊടും വിഷമുള്ള പാമ്പുകളെ അവിടെ കാവലേർപ്പെടുത്തിയിട്ടുമുണ്ട്. സത്യത്തിൽ ആ ഒരു ദ്വീപിൽ നിധിയുണ്ടോ? എന്തുകൊണ്ടാണ് കുറേ വർഷങ്ങളായി ആ ദ്വീപിൽ പാമ്പുകൾ പെറ്റുപെരുകുന്നത്? വെൽക്കം ബാക്ക് ടു റിവൈൻഡ് മലയാളം. ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുമ്പ് ബ്രസീലിൽ പതിവിലും വിപരീതമായി വലിയ രീതിയിൽ ഈ സമുദ്രനിരപ്പ് ഉയരുകയാണ്. അതിൽ ചില പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയാണ്, ചില പ്രദേശങ്ങൾ ഒലിച്ചും പോവുകയാണ്. അങ്ങനെയാണ് ബ്രസീലിലെ സാവോ പോളയിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്റർ അകലെയായി ഒരു ദ്വീപ് രൂപപ്പെടുന്നത്. ആ ദ്വീപിലകപ്പെട്ടവർ അവിടെ പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. അവിടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് അവിടെ ധാരാളം കൃഷികൾ ചെയ്യുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കൃഷി എന്ന് പറയുന്നത് വാഴക്കൃഷിയായിരുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നു പോവുകയാണ്. ബ്രസീലിയൻ ഗവൺമെൻറ് ആ ദ്വീപിലുള്ളവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടി അവിടെ വലിയൊരു ലൈറ്റ് ഹൗസ് പണിയുകയാണ്. ആ ലൈറ്റ് ഹൗസ് പരിപാലിക്കാൻ വേണ്ടി അവിടെ ഒരു കുടുംബത്തെ നിർത്തുകയാണ്. 4 അംഗമുള്ള ഒരു കുടുംബമായിരുന്നു അവിടെ വന്നിരുന്നത്. അവർ അവിടെ ലൈറ്റ് ഹൗസ് പരിപാലിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ വർഷങ്ങൾ ഓരോന്ന് കഴിഞ്ഞു പോവുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും ആ ദ്വീപിലുണ്ടായിരുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതായത് ആ ദ്വീപിലുണ്ടായിരുന്നവരെല്ലാം അവരുടെ ഈ കൃഷി സ്ഥലങ്ങളൊക്കെ നശിപ്പിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ്. അതിന് കാരണം എന്താണെന്ന് അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം ആ ദ്വീപിൽ വലിയ രീതിയിൽ പാമ്പുകൾ പെറ്റുപെരുകുന്നുണ്ട് എന്നതാണ്. അങ്ങനെ വർഷങ്ങൾ ഓരോന്നും കഴിയും തോറും ആ ദ്വീപിലെ മുഴുവൻ ജനങ്ങളും അവിടെ നിന്ന് പലായനം ചെയ്യുകയാണ്. അവസാനം ആ ഒരു ദ്വീപിൽ ആ ലൈറ്റ് ഹൗസ് പരിപാലിച്ചിരുന്ന കുടുംബം മാത്രമാവുകയാണ്. ഒരു ദിവസം അർദ്ധരാത്രിയാകുമ്പോൾ ആ ലൈറ്റ് ഹൗസിന് സമീപം താമസിച്ചിരുന്ന കുടുംബത്തിലേക്ക് ബെഡ്റൂമിലേക്ക് ധാരാളം പാമ്പുകൾ വരികയും ആ കുടുംബത്തിലുണ്ടായിരുന്നവരെ ആക്രമിക്കുകയുമാണ്. പേടിച്ചേണ്ട ആ 4 പേരും കരക്കടുപ്പിച്ചിരുന്ന ഒരു ബോട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. പക്ഷേ ആ ബോട്ടിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും തന്നെ ആ 4 പേരും പാമ്പ് കടിയേറ്റ് മരിക്കുകയുമാണ്. അങ്ങനെ ആ ഒരു ദ്വീപ് ഒറ്റപ്പെട്ടു പോവുകയാണ്. ഒറ്റപ്പെട്ടു പോയ ആ ദ്വീപിനൊരു പേരുമിടുകയാണ് ബ്രസീലിയൻ ജനങ്ങൾ, ഇൽഹാഡ ക്യുമാഡ ലാൻഡെ. അതായത് വനനശീകരണം എന്നാണ് ആ ഒരു പേരിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ആ ദ്വീപിലുണ്ടായിരുന്നവരെല്ലാം അവരുടെ കൃഷിയെല്ലാം വനനശീകരണം ചെയ്തതിന് ശേഷം, കത്തി നശിപ്പിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് പലായനം ചെയ്തത്. അങ്ങനെ ആ ഒരു ദ്വീപിൽ ആരും പോകാതെ ആവുകയാണ്. ആ ദ്വീപിലേക്ക് ആരും പോകാതെ ആയതോടെ ആ ദ്വീപിനെ കുറിച്ചുള്ള ചില കഥകളും പ്രചരിക്കുകയാണ്. ആ ദ്വീപിൽ കടൽ കൊള്ളക്കാർ വലിയ രീതിയിൽ നിധി ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്നും അതിന് കാവലായി കൊടും വിഷമുള്ള പാമ്പുകളെ അവിടെ കാവലായി നിർത്തിയിട്ടുണ്ടെന്നാണ് ചില കഥകൾ പ്രചരിക്കുന്നത്. ഈ കഥകളെല്ലാം വിശ്വസിച്ച ഒരു മത്സ്യത്തൊഴിലാളി എങ്ങനെയെങ്കിലും ആ നിധികളെല്ലാം കൈക്കലാക്കണമെന്ന് വിചാരിച്ച് ഒരു ദിവസം ആ ദ്വീപിലേക്ക് കടന്നു ചെല്ലുകയാണ്. പക്ഷേ ആ ദ്വീപിലേക്ക് കാലെടുത്ത് വെച്ച അടുത്ത നിമിഷം തന്നെ പാമ്പുകൾ അദ്ദേഹത്തെ ആക്രമിക്കുകയും അയാൾ ആ വന്ന ബോട്ടിൽ തന്നെ തിരിച്ചു കയറുകയുമാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കരയ്ക്കടുത്ത ആ ബോട്ടിൽ അയാൾ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ചുറ്റുമുള്ള പ്രദേശക്കാരൊക്കെ കണ്ടത്. മാത്രമല്ല അയാൾക്ക് പാമ്പ് കടിയേറ്റ ആ ഭാഗത്തെ മാംസം മുഴുവൻ അലിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ബ്രസീലിലുള്ളവരൊക്കെ വിചാരിക്കുകയാണ് ആ ഒരു ദ്വീപിൽ കൊടും വിഷമുള്ള പാമ്പുകളുണ്ടെന്ന്. പിന്നീട് ആ ദ്വീപിലേക്ക് കർശനമായി നിരോധനം ഏർപ്പെടുത്തുകയാണ് ബ്രസീലിയൻ ഗവൺമെൻറ്. ആ ഒരു ദ്വീപിന് പേരുമിടുകയാണ് സ്നേക്ക് ഐലാൻഡ് എന്ന്. ഇന്ന് ആ ഒരു ദ്വീപിൽ ഏകദേശം 2000 മുതൽ 4000-ലധികം കൊടും വിഷമുള്ള പാമ്പുകളാണ് ജീവിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതായത് നിങ്ങൾ അറിയാതെ എങ്ങാനും ആ ദ്വീപിലേക്ക് പോയി കാലെടുത്ത് പിടിച്ച അടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് മരണം സംഭവിച്ചേക്കാം. ഇതിന് മാത്രം എന്ത് പാമ്പാണ് അവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൽ തന്നെ കൊടും വിഷമുള്ള പാമ്പുകളിൽ ഒന്നായ ഗോൾഡൻ ലാൻഡ് സ്നേക്ക്, അതായത് കുന്തത്തലയൻ പാമ്പുകളാണ് അവിടെ വസിക്കുന്നത്. ഇതിൻ്റെ വിഷമെന്ന് പറയുന്നത് ഏകദേശം 6 മടങ്ങാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാമ്പ് കടിച്ച ഭാഗത്തെ മാംസം മുഴുവൻ അലിഞ്ഞു പോകുമെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും വിഷമുള്ള പാമ്പുകൾ വസിക്കുന്ന ആ ദ്വീപിലേക്ക് ആർക്കെങ്കിലും പ്രവേശനമുണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് ആ ഒരു ദ്വീപിലേക്ക് എപ്പോഴും പ്രവേശനമില്ല. ആ ദ്വീപിലേക്ക് പ്രവേശനമുള്ളത് നാവികസേനയ്ക്കും ചില ഗവേഷകർക്കും മാത്രമാണ്. ഈ നാവികസേനയ്ക്ക് അവിടെ പ്രവേശനമുള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, ആ ലൈറ്റ് ഹൗസിന് വർഷത്തിലൊരിക്കൽ അതിൻ്റെ അറ്റകുറ്റകൾ പണികൾക്ക് മാത്രമായിരിക്കും. ഈ ഗവേഷകർക്ക് പോകാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള പാമ്പുകളെക്കുറിച്ച് പഠിക്കുക, പ്രത്യേകിച്ച് ഗോൾഡൻ ലാൻഡ് സ്നേക്കിനെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ ജീവിത രീതിയെക്കുറിച്ച് പഠിക്കുക എന്നതൊക്കെയായിരുന്നു. അങ്ങനെ അവിടെ പോകണമെങ്കിൽ തന്നെ ഈ ഇരു കൂട്ടർക്കും, അതായത് നാവികസേനയ്ക്കും ഗവേഷകർക്കും ഒരു ഡോക്ടറുടെ സഹായമില്ലാതെ പോകാനും സാധിക്കില്ല. അങ്ങനെ ആ ദ്വീപിൽ ഗവേഷണത്തിന് പോയ ചില ഗവേഷകരുടെ റിപ്പോർട്ട് അനുസരിച്ച് ആ ദ്വീപിലെ വസിക്കുന്ന ഗോൾഡൻ ലാൻഡ് സ്നേക്ക് വലിയ രീതിയിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിന് കാരണം വേറൊന്നല്ല, ഈ ഗോൾഡൻ ലാൻഡ് സ്നേക്കിൻ്റെ വിഷത്തിന് കരിഞ്ചന്തയിൽ വലിയ രീതിയിൽ വലിയ വിലയാണ് ലഭിക്കാറുള്ളത്. അതായത് ഒരു ഗോൾഡൻ ലാൻഡ് സ്നേക്കിൻ്റെ വിഷത്തിന് കരിഞ്ചന്തയിൽ വിൽക്കുന്ന വില എന്ന് പറയുന്നത് $30,000. എന്തിനാണ് ഈ ഗോൾഡൻ ലാൻഡ് സ്നേക്കിൻ്റെ വിഷം ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ചില മെഡിസിന് വേണ്ടി ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പലരും ആ ഒരു ഗോൾഡൻ ലാൻഡ് സ്നേക്കിനെ
ഷാർക്കിനെ പിടിക്കാൻ വേണ്ടി ആരും അറിയാതെ ആ ഒരു ദ്വീപിൽ എത്തിപ്പെടുന്നതായി ചില റിപ്പോർട്ടുകൾ പറയുന്നു. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ആ ദ്വീപിൽ യഥാർത്ഥത്തിൽ നിധിയുണ്ടോയെന്നല്ല ഞാൻ ചോദിച്ചത്. സത്യത്തിൽ ആ ഒരു ദ്വീപിലെ നിധി എന്ന് പറയുന്നത് ഗോൾഡൻ ലാൻഡ്സ്നേക്കിൻ്റെ വിഷമാണ്. പക്ഷേ അതിനെ പിടിക്കാൻ പോകണമെങ്കിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും, ചിലപ്പം മരണം തന്നെ സംഭവിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ഒരു ദ്വീപിലേക്ക് പോകാൻ നിങ്ങൾക്ക് പെർമിഷൻ ലഭിച്ചാൽ നിങ്ങൾ പോകുമോ? താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം പുതിയൊരു ഇൻഫർമേഷനുമായിട്ട്. ടേക്ക് കെയർ, ബൈ.